പുറത്ത് കയറുമ്പോഴേ റോഡ് രണ്ട് സൈഡും ബ്ലോക്കാന്ന്. ജമ്മുന്ന് വരുന്ന റോഡും ബ്ലോക്ക്, അപ്പുറത്ത് വരുന്ന റോഡും ബ്ലോക്ക്. നോക്കി ഫുൾ ടീമുള്ള റോഡിലാണ്. എന്തിട്ട് മക്കളെ പരിപാടി സുഖമല്ല ഇപ്പം എല്ലാവർക്കും. ഇന്നലത്തെ മഴയും തണവ് എളുപ്പമല്ല കേട്ടാ. ഇന്നലെ ഞാൻ റോഡിൽ കൂടെ പോകുമ്പോൾ ഇവിടെ വന്ന് കിടന്നു. ഈ നിൽക്കണതില്ല, ഇതൊരു ഷോറൂമാണ്. അങ്ങനെ ഇവിടെ കുറേ നേരം നിന്ന് ഒരു 11 മിനിറ്റ് ഇവിടെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏറ്റവും സമയം ഇവിടുത്തെ അതിന് തൊട്ടപ്പുറത്ത് ഒരു റൂമുണ്ട്. അവിടെ പോയിട്ട് റൂമിന് വില ചോദിച്ചപ്പോൾ 1000 രൂപയ്ക്ക് വന്നത്. അങ്ങനെ ഞാൻ ഇവിടെ ഒരു ഷോറൂം അടച്ചിട്ട് ഇവിടെ ടെൻ്റ് അടിക്കാന്നുള്ളതൊക്കെ മൈൻഡിലിരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇവർ പറഞ്ഞു അടിക്കാൻ പറ്റില്ല എന്നുള്ള റോഡിലാന്ന് തോന്നുന്നുണ്ട്. ഈ മറ്റവരോടെ ചോദിച്ചിട്ട് പിന്നെ പറ്റില്ലല്ലോ. അങ്ങനെ ഇവിടുത്തെ ആൾ വന്നിട്ട് പറഞ്ഞു ഇയാളുടെ വീട്ടിൽ സ്റ്റേ കൊടുക്കുന്നുണ്ട് വന്നു. അങ്ങനെ ആദ്യം 700 രൂപ കഴിഞ്ഞ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് 400 രൂപയിൽ സെറ്റാക്കി. ഭാഗ്യമുണ്ട്. ഞാൻ കാണിച്ചത് ഇതിൻ്റെ ഉള്ളിൽ ഹോം സ്റ്റേ ഉണ്ടെന്നുള്ള തന്നെ അറിയില്ല. നോക്കി ഇതിൻ്റെ ഉള്ളിൽ ഈ റൂമാണ്. ഇതെന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആയിട്ടുള്ള റൂമാണ്, വേറെ ഒന്നുമില്ല കാര്യമായിട്ട്. ഞാൻ ഉള്ളിൽ കയറുന്നില്ല, ഷൂ ഒക്കെ ഇട്ടുള്ളായിരുന്നു. റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, തന്നെ കണ്ടോ അങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളൊരു സാധനം. അത്ര തന്നെ. ഞാൻ അവിടുത്തെ ആൾക്കാരെ കാണിച്ചു തരാം കേട്ടോ. ഇവരൊക്കെയാണ് ആൾക്കാർ സൈക്കിളൊക്കെ ഉടച്ചിട്ടുണ്ട്, സെറ്റാക്കുന്നത്. ओके ओके बाय बाय। आप कुमली में रहता है केरला में? केरला मेरे गांव से 200 किलोमीटर है कुमली से आगे? हाँ आगे। हाँ 200 किलोमीटर का अंदर। मैं तो खुद कुमली गया। हाँ ओके। ये मेरा आईडी में मैसेज कर दो. ये दूसरा बाइक का मेरा नंबर है. हाँ അപ്പോൾ ശരി, ഞാൻ അവിടുത്തെ പോകാൻ നോക്കാം കേട്ടാ. എല്ലാവരും ഉണ്ട്. പുറത്ത് കയറുമ്പോഴേ റോഡ് രണ്ട് സൈഡും ബ്ലോക്കാന്ന്. ജമ്മുന്ന് വരുന്ന റോഡും ബ്ലോക്ക്, അപ്പുറത്ത് വരുന്ന റോഡും ബ്ലോക്ക്. നോക്കി ഫുൾ ടീമുള്ള റോഡിലാണ്. നല്ല അവസ്ഥയുണ്ട് എന്തായാലും. നമ്മുടെ ചെക്കനൊക്കെ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അവരൊക്കെ ബോർഡറിൻ്റെ അവിടെ നിൽക്കണം. ഒക്കെ പോസ്റ്റ് ഉണ്ടാവും. എല്ലാവർക്കും പണിയായിട്ട് എന്തൊക്കെ ചെയ്യാൻ നോക്കി. ഫുൾ ടീമുള്ള ഇവിടെ സ്റ്റേ അടിച്ചു കൊടുക്കുക. വേറെ ഇപ്പോൾ ആകില്ല. എല്ലാവരും നോക്കി ഫുൾ ടീമുള്ള കൂടിയാ. ആഹാ നോക്കി റോഡ് മൊത്തം ബ്ലോക്കാ. ഗംഭീര പണിയാണ് എല്ലാവർക്കും. എത്ര നേരം ഞാൻ റൂമിൽ ഇരിക്കുമ്പോഴേ റൂമിന് പുറത്ത് ഫുൾ ആൾക്കാരാ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ഇത്ര കരുതി ആൾക്കാരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോരു ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെമ്പിള്ളേരും എല്ലാവരും ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി കൊടുക്കുക. നല്ലതാണ് കൊണ്ടിട്ടാ. നോക്കി എല്ലാവർക്കും ഗംഭീര പണിയാ. ഓടെ അവിടെ നിന്ന് അങ്ങനെ നോക്കി ഫുള്ള് എത്ര ദൂരം ബ്ലോക്ക് നോക്കി. ചില്ലറ ദൂരുന്നുണ്ടാട്ടാ. കുറേ ആൾക്ക് ഗംഭീര പണിയായിട്ട്. ഞാനിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു മലയാളി ഫാമിലിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു മലയാളി ഫാമിലി അല്ല, കുറേ ആൾക്കാരുണ്ട്. അതെന്ന് പറയാൻ വെച്ചാൽ അവർ ഞാൻ അടിയിൽ നിന്ന് കയറി വരുമ്പോൾ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കയറി വരുമ്പോൾ കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പോവാന്നുള്ളത്. അങ്ങനെ അവരിപ്പോൾ വീണ്ടും കൊണ്ടുണ്ട്. അവർ ഇത്ര ദിവസമായിട്ട് ഇപ്പോൾ എത്തണം എന്നൊക്കെ ചോദിക്കുക. ഞാൻ പറഞ്ഞു ഞാൻ വണ്ടിയിലൊന്നും ഇല്ലായിരുന്നില്ല. അങ്ങനെ അവരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജമ്മുവിലെത്തിട്ട് വേറെ വണ്ടിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ കാശൊക്കെ പോകുന്നവർ അഡ്വാൻസ് കൊടുത്തൊക്കെ അവർ വാങ്ങുന്നു പറഞ്ഞു. എന്തിട്ടല്ലേ ഇതേപോലെ എത്ര ആൾക്കാരെ ഇത് നിൽക്കണ ട്രാവലേഴ്സിൻ്റെ ഒക്കെ കാശ് പോയിണ്ടാവും ഇവിടെ നോക്കിയാൽ എല്ലായിടത്തും ഫുള്ള് ബ്ലോക്ക്. 5 വലിയ ന്യൂസ് ചാനലുകാരൊക്കെ ഉണ്ടല്ലോ. ऑल इंडिया केरला साइड में लगा दो सर, पत्रकार से बात करना. 2 मिनट आप रुकना. थोड़ा पहले इधर साइड में होगा, साइड में इधर गाड़ी में. भाई कहाँ से आए आप? केरला से. क्या मतलब मुद्दा क्या है आपका? नहीं ट्रैवल करने का. कितना ट्रैवल किया अभी आपने? 4 महीने हो गया. कहाँ घुमा? केरला से तमिलनाडु. साइकिल यात्रा. हाँ साइकिल यात्रा. मुद्दा क्या है इसका? फंडा क्या है इसका आपका? शौक है कोई करना, कुछ ट्रैवल करने प्लेस देखने का. ट्रैवल करने. അയാളെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് പിടിച്ചിരിക്കുന്ന നേരത്തിൽ വണ്ടി വന്നിട്ട് ഒറ്റിടിയോടെ അയാൾ ഓട്ടി ഓടുന്നത്. ഈ വണ്ടി അടിക്കുന്ന വീഡിയോ കിട്ടൂല ആൾക്ക്. ഞാൻ വേഗം പോകുന്നോടുന്ന് ജാതി ഫീലാട്ടാ. എന്തൊരു ക്ലൈമറ്റ് എന്താ പറയുക. ഇന്നലത്തെ ഒരുമാതിരി വെറുപ്പിക്കണ പോലെ ആയിരുന്നു. പക്ഷെ ഇന്ന് പറഞ്ഞാൽ ഗ്ലൗസ് ഒന്നും ഇട്ടില്ല കേട്ടോ. കണ്ട അങ്ങനെ മോത്തേക്ക് കടിയുമ്പോൾ എന്ത് സുഖ. ഞാൻ മാത്രം അല്ല, ഞാനല്ല, ഈ റൂട്ട് മാത്രം. ബാക്കി മൊത്തം അപ്പുറത്തും പുറത്തൊക്കെ ഫുള്ള് ബ്ലോക്ക് ആകണ്ടില്ലേ. ഈ റോഡ് കുറേ നേരമായി എടുക്കണ്. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കാൻ പറ്റില്ല. എന്താ വെച്ചാലേ 2 ഫോണിലും ചാർജില്ല. നല്ല പണി കിട്ടിയില്ലേ. ഇന്നലെ അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. അവിടെ അല്ല, ഇന്നലെ ഒരിക്കലും കറണ്ട് ഉണ്ടായിരുന്നില്ല എന്നോടെ. അങ്ങനെ
ഒരു പവർ ബാങ്കിൽ ചാർജ് ഉണ്ട്. അപ്പോൾ അതിൽ കുത്തിച്ച് കൊടുക്കുക. ഇനി ലൊക്കേഷൻ ഇതൊക്കെ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞ് വെറുതെ ചാർജ് ഇറങ്ങണ്ടേ. അപ്പോൾ അത് കാരണം ലൊക്കേഷൻ ഒന്നും ഓൺ ആക്കിയിട്ടില്ല. അയ്യോ അയ്യ എളുപ്പമല്ല നമ്മളെ. ഞാനേ കുറച്ച് നേരം ചവിട്ടിട്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പോൾ കുറച്ചൊരു ഉഷാറുണ്ട്. അപ്പോൾ അത് കാരണം കുറേ ദൂരം ചവിട്ടാൻ പറ്റും. അപ്പോൾ ചവിട്ടിട്ട് അങ്ങനെ പോവാം. 5 കൊല്ലേ ഉള്ളൂ. അല്ല ജമ്മു കാശ്മീരിലെത്തി കഴിഞ്ഞ് മിലിറ്ററിക്കാരില്ലാത്ത റോഡില്ല. എവിടെ നോക്കിയാലും മിലിറ്ററിക്കാരാ. നമുക്ക് വേണ്ടിയിട്ട് ഫുൾ ടൈം അവർ ഇങ്ങനെ കാത്തിക്കാണ്. സമയത്തുണ്ടാവരെ എന്നിട്ട് ഇറക്കം നോക്കി മക്കളെ. ഓ ഇത്ര ദിവസേ ചവിട്ടിയതിൻ്റെ ക്ഷീണം കണ്ടേ അറക്കം കിട്ടുമ്പോൾ ആസ്വദിക്കുക. അത് ഫീലായിട്ട് ഇറക്കത്തിനൊക്കെ. നമ്മുടെ അമ്മണിക്കുട്ടിയുടെ പിറന്നാളാണ്. പിറന്നാൾ ദിവസം തന്നെ നല്ല ദിവസമായിട്ടൊന്ന് അമ്മണിക്കുട്ടീനെ ഇന്നലെ രാത്രി തന്നെ വിളിച്ച് വിഷയൊക്കെ കഴിഞ്ഞ് പരിപാടി. കുറച്ചായിട്ടൊന്നും വിളിക്കണം. എന്തിട്ട് റോഡ് ഒരു രക്ഷയില്ല. മൂക്കിന്നൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങുക. പൊന്നു ക്യാമറയുടെ ആകെ ഫോഗാവും. എപ്പോഴും ഫുൾ ടൈം ഫോഗാ. മഞ്ഞപ്പൂ കണ്ട ജാതി രസമാണ്. നോക്കി ഇവിടെ ഈ മിലിറ്ററിക്കാർ സമ്മതിക്കണ്ട. ഇവർ ഇരിക്കണം ഓരോ സ്ഥലങ്ങളൊക്കെ നോക്കി ഓരോ മണ്ടയിലൊക്കെ പോയിട്ട് ഹായ് എന്തൊരു സമാധാനം ചവിട്ടുമ്പോൾ തന്നെ. ഓ മറ്റേതാ കയറ്റം ചവിട്ടി ഇല്ലാണ്ടായി. പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള കയറ്റം ഇനി കിടക്കണം ചെയ്യലുണ്ടാക്കിയിട്ടുള്ളത്. അത് കടത്തി വിടുന്നില്ലാന്ന് പറഞ്ഞേ. മറ്റേ പാലക്കാടത്തെ പിള്ളേരെ വിളിച്ചോന്ന് ഓടി. അവരും പോയില്ല പറഞ്ഞു. 2 സൈഡ് എവിടെയാന്ന് പറഞ്ഞേ. പാലക്കാടിലൊരു നിയാസ് എന്ന് പറഞ്ഞ ചേട്ടനെ ആ പാലക്കാടത്തെ വേറെ പിള്ളേർക്ക് ഒരു ഫേസ്ബുക്കിലത്തെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ എന്താ ആളെ വിളിച്ചു നോക്ക്. ആൾ ചിലപ്പോൾ എവിടെയെങ്കിലും റൂം സെറ്റ് ചെയ്തായിരുന്നു പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ആളെ വിളിച്ചപ്പോൾ ആൾ ഇങ്ങനെ പറഞ്ഞു എന്തിട്ടാ പാലക്കാടെന്ന് അല്ല ആദ്യം ചോദിച്ചു നീ തൃശ്ശൂരിലാണെന്ന് ചോദിച്ചു എന്നോട്. ആന്ന് പറഞ്ഞു. നീ ഇട്ട് വാടമുത്തേന്ന് പറഞ്ഞിട്ട് ആയിരുന്നു. അപ്പം എന്നെ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ആൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫോൺ കാട്ടി 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വിളിച്ചുകൊണ്ട് പറയാം നീ ഇങ്ങോട്ട് ധൈര്യമായിട്ട് പോകുന്ന എനിക്ക് റൂമും ഫുഡൊക്കെ ഫ്രീ ആണ് നീ ഇവിടെ നിന്നെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സൊക്കെ ആകെ അലിഞ്ഞു പോയി. ഏയ് നമ്മളിങ്ങനെ പറയുമ്പോഴേക്കും നമ്മളിങ്ങനെ ആളും അത്രയും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാവട്ടെ. അതാണ് ഇങ്ങനെ ചെയ്യണത്. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആരെങ്കിലും കണ്ടെങ്കിൽ നമ്മളെന്തായാലും ഹെൽപ്പ് ചെയ്യും. മനസ്സിലായ നമുക്ക് ഈ 3-4 മാസം അറിയാം. ഇത്ര നാളുകൊണ്ട് ഹെൽപ്പ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. മനസ്സിലായ അതെന്നെ അറിയാത്തവരായിട്ട് കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണ്ടേ ശരിക്കും അല്ല മോശമാണ്. പക്ഷേ ഇങ്ങനെ ചെയ്ത് തരുമ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ അറിയാണ്ട് ചെയ്യുന്നവരും അറിഞ്ഞിട്ട് ചെയ്യണവരും ഉണ്ട്. അതൊരു സംഭവം വേറെ ഇത് തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അത് ഫീൽ ചെയ്ത് കിട്ടണം. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടണല്ലോ. അയ്യോ മൂക്കിൽ നിന്നൊക്കെ വലിക്കണു. സീന ഓണടിച്ചോ. എന്തൊക്കെ സൈഡ് നോക്കിയോ. 2 സൈഡ് നോക്ക് ഫുള്ള് മഞ്ഞ പൂക്കള്. ഇതെന്താ വെച്ചാൽ ഇവിടേക്ക് ഇറങ്ങാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഓരോ മുക്കില് മിലിറ്ററിക്കാരുണ്ട്. അപ്പോൾ ഇറങ്ങി കഴിഞ്ഞാൽ എന്തിനാ ഇറങ്ങണേന്ന് ചോദിക്കും. അതാണ് ഞാൻ അവരെ കുറ്റം പറഞ്ഞിട്ടില്ല. അവർ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിരിക്കണേ. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം ഒരു സ്ഥലത്ത് ഇറങ്ങി നോക്കി. അപ്പോൾ പറഞ്ഞു നിൽക്കേണ്ട പൊക്കമെന്ന് പറഞ്ഞു. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയില്ല അവർ ഇത്ര ഇത് നിൽക്കണത് ഇവിടെ. അപ്പോൾ നമ്മൾ മോളിൽ കൂടെ കണ്ട് ആസ്വദിക്കുക. പിന്നെ പറഞ്ഞാൽ സൈക്കിൾ എടുത്തേക്ക് വെക്കാൻ വേണ്ടിയില്ല. സൈക്കിളിൽ സ്റ്റാൻഡ് ഓടിച്ചു എവിടെയും ചാരിയൊക്കെ ഗ്യാപ്പ് ഇടണം. പക്ഷേ എന്ത് ഭംഗിയാണ് നോക്കിയത്. 2 സൈഡിൽ ഫുള്ള് മഞ്ഞപ്പൂക്കൾ. വല്ല ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വീഡിയോസൊക്കെ കിട്ടിയിടുന്നു. മോളിൽ കൂടെ അങ്ങനെ നടക്കി. ഹായ് ഹായ് ആ വീടൊക്കെ നോക്കി എന്ത് ഭംഗിയാ നോക്കില്ലേ. ഫുള്ള് മഞ്ഞപ്പൂക്കളായിട്ട്. ഇതാണ് മറ്റേത് പറഞ്ഞത് മഞ്ഞപ്പൂക്കളം ചുറ്റും മലകൾ. മലയില്ല കേട്ടാ. അങ്ങനെ ഒരു രക്ഷയില്ല. നോക്കി ശ്രീനഗറിലേക്ക് 49 കിലോമീറ്ററുള്ളൂ. ഇത് 49 കിലോമീറ്റർ പിടിക്കണം മക്കളെ. അതുകൊണ്ട് രക്ഷയില്ല. എത്ര ദിവസമായിട്ടുള്ള തുടങ്ങിയെന്ന് അറിയൂ. സാമ്പേന്ന് 5 ദിവസം 6 ദിവസം ഉണ്ട്. അതിൻ്റെ ഇപ്പോൾ ആ കയറ്റം മൊത്തം ചവിട്ടി കയറ്റുന്നതിനെ ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളി ചാടാൻ തോന്നുന്നു. അമ്മാതിരി സന്തോഷമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്റ്റാമിന ഔട്ടാ. ഈ
സ്പോർട്സിൽ സാധനങ്ങളൊക്കെ ഇവിടുത്തെ ആൾക്കാർ ശരിക്കും പങ്കെടുപ്പിക്കണം. എന്താ വെച്ചാൽ ഈ കുന്നുമലയ്ക്ക് ഒരു ചവിട്ടി കയറ്റിയിട്ട് കയറി നടന്നിട്ട് എത്ര ആൾക്കാർ കാണുന്നത് പറയും. ഇതേപോലെ കുറേ ആൾക്കാർ ആടുകളെ വയ്ക്കാൻ നടക്കണ്ടാവും. ഇവർ സമ്മതിക്കണം. ഒരു പ്ലാസ്റ്റിക് കവർ പോലെ സാധനത്തോടൊന്ന് വിസിലടിക്കുക. ഇവർ സാധാ പ്ലാസ്റ്റിക് കവറില്ലേ, അതുകൊണ്ട് വിസിലടിക്കുന്നതാണ്. ഭാഗ്യം എന്നെ കാണിച്ചു തരാം. വിസിലടിക്കുന്നുണ്ട്. ചിലപ്പോൾ വിസിലടിക്കുന്നുണ്ടാവും, ചിലപ്പോൾ വിസിലടിക്കുന്നുണ്ടാവില്ല. അയ്യോ എന്നാ ഫുള്ള് ചെമ്മരിയാടോളാം. ഇവിടെ ചെമ്മരിയാടിൻ്റെ ഇറച്ചി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കി കണ്ടോ, ഇത്രയും ആടുകളെ മേയ്ക്കാൻ വേണ്ടി നടക്കണതാണ് ഇവര്. പാൻ്റൊക്കെ നനഞ്ഞു തണുക്കുന്നു. കുറേ ആടുകളുണ്ട് കണ്ടില്ലേ. കണ്ടമാനം ചെമ്മരിയാടുകളുണ്ട്. हाँ ठीक है. कहाँ रहता है? श्रीनगर. मैं केरला से आएगा. काम आया. क्या करता है? हैं? क्या काम करता है? काम नहीं है, ट्रैवलिंग. अच्छा अच्छा, हाँ रोड की ना. हाँ. इसकी ड्यूटी आपकी? ड्यूटी नहीं है, हाँ. प्लेस देखने का. അങ്ങനെ മക്കളെ. असली कहाँ रहता है? हैं? पीछे कहाँ रहता है? पीछे बनिहाल है. नहीं असली मुकम्मल प्रॉपर मेरा प्लेस है केरला. केरला. हाँ. ആള് വിസിലടിച്ചുണ്ട്. ആള് വായണ്ട് വിസിലടിച്ചപ്പോൾ ഞാനേ പോവാന്ന് കുടഞ്ഞൊരു ചെറിയ കയറ്റം ഇറക്കണം. ഇറക്കം കാണിച്ചു തരാം. നിങ്ങൾക്ക് കയറ്റം മാത്രമല്ല ഞാൻ കാണിച്ചെന്നുള്ളൂ. അങ്ങനെ പെടപ്പ് ഇറക്കം കാണിച്ചു തരാം. ചെമ്മരിയാടിൻ്റെ മേത്തുന്നുള്ള മറ്റേ എന്തിട്ടെന്ന് പറയുക, ചെമ്മരിയാടിൻ്റെ കോമല്ലേ, അതൊക്കെ മൊത്തം എടുക്കും. ഗീറേ അമ്മരു കൈമ. ഓ ഇവിടുത്തെ വീടുകളും ആ വീട് നിൽക്കണ ആംബിയൻസ് കാണാൻ ഒരു പ്രത്യേക ഭംഗി കേട്ടാ. ഈ ഫുള്ള് ഇങ്ങനെ പാടത്തിൻ്റെ ഇടയിലൊക്കെ പോലത്തെ സ്ഥലങ്ങളിലാണ്. പിന്നെ ഒരു വീടുണ്ടാക്കണ കല്ലോളും ഇഷ്ടിക പോലത്തെ ഇഷ്ടി തന്നെ തോന്നുന്നുണ്ട്. പക്ഷേ അത് രണ്ട് കളറൊക്കെ ആയിട്ട് അവിടുത്തെ വീട് പിന്നെ കണ്ടോ, രണ്ട് കളറായിട്ട്. എന്തിട്ടാണോ ആ സാധനം കേട്ടാ, ഫുള്ള് മഞ്ഞ കളറിൽ നിൽക്കണോണ്ടാ. എന്ത് ചൂടാ കയ്യിലൊക്കെ ആയിട്ടില്ലല്ലോ ഇത്. എന്തായാലും കേട്ടാ സാധനമാണ് ഇപ്പം നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. കണ്ടാ പെടപ്പ സാധന നല്ല ചൂടാ. ഒരെണ്ണം കഴിച്ചിട്ട് രണ്ടാമത്തെ പൊടി. ഓ ഗരം ഗരം. പൊറോട്ട കഴിക്കുന്ന പോലത്തെ ഫീൽ ചെയ്യും. ഇത് ഹോൾസെയിലായിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ അങ്ങനെയൊക്കെ വേറെ കടകളിലേക്കില്ലേ. അത് കാരണം സബ്ജി കാരണമൊന്നുമില്ല ഇവിടെ. കടകളുടെ മുകളിൽ കുറേ മരങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് അതെന്താണെന്ന് മനസ്സിലായി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കണതാണ് ഇവിടെ. കാശ്മീരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കണമെന്നാണ് അറിഞ്ഞത് ഇപ്പോൾ ചോദിച്ചപ്പോൾ. കണ്ടമാനുണ്ട്. ഞാൻ നോക്കി നോക്കട്ടെ എവിടെയെങ്കിലൊക്കെ കയറിയിട്ട് കാണാൻ പറ്റുക പറ്റുക കാണിച്ചു തരാം. കണ്ട ഇങ്ങനെ ആ ബാറ്റിൻ്റെ കട്ടിയുള്ള ഭാഗത്തിന് കുറച്ച് ഓവർ സൈസാക്കി ഇങ്ങനെ അടക്കി വെച്ചെടുക്കണം. കണ്ട എല്ലായിടത്തും നല്ല സൈഡിൽ അപ്പുറ സൈഡിലൊക്കെ ഉണ്ട് ഫുള്ള് താണ്. കണ്ട ഇത് കാണാൻ പറ്റുകയാണോ ചോദിച്ചു നോക്കാം. കണ്ട ജാതിര സൈഡ് കണ്ട എല്ലായിടത്തും ക്രിക്കറ്റ് ബാറ്റിൻ്റെ കടകളാണ്. अंदर फैक्ट्री है इसकी बड़ी. अंदर अंदर बढ़िया फैक्ट्री है. किधर है ये नीचे? ഇവിടെ അടിയിൽ വലിയൊരു ഫാക്ടറി ഉണ്ട് പറഞ്ഞത്. ബാറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞു. ये अंदर जाने के देखने के मिल जाएगा. ये बैट फैक्ट्री देखने का ये बंद हो गया. हाँ സൈക്കിളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബാറ്റ് ഫാക്ടറി പോയി നോക്കിയിട്ട് വരാം.
दिन कितना बैच हो गया? एक दिन में हाँ पूरा रेडिंग पूरा सारी मशीनरी से हाँ पूरा मशीन में हाँ ओके 300 ഫുള്ള് റെഡി ആക്കുന്നത് അതിൻ്റെ മിഷീനുള്ള അപ്പോൾ ഫുള്ള് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് लेदर का बैट है हाँ ओके ഇവർ പറഞ്ഞത് ഇവിടെ വീഡിയോ നിർത്തരുന്ന ഞാൻ അഡ്ജസ്റ്റ്മെൻ്റ് വീഡിയോ എടുത്താണ് നമുക്ക് കാണണ്ടേ അല്ലെങ്കിൽ കണ്ടില്ലേ ഇവിടെ മൊത്തം ഇതിൻ്റെ ഫാക്ടറിയാണ് നമുക്ക് മുകളിൽ പോയിട്ട് മുകളിലത്തെ നോക്കിയേക്കാം കണ്ടില്ല ഇതൊക്കെ മുകളിലേക്ക് കയറ്റിയിട്ട് അവിടെ മുകളിൽ അടക്കി വയ്ക്കുന്നത് ഉണക്കാൻ വയ്ക്കണം വേണ്ടിയിട്ടാ വെയിലുള്ള വേണ്ടിയിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് ഇത് എന്ത് സംഭവം എന്നറിയില്ല മുകളിലേക്കൊക്കെ കയറ്റി വിടുന്നുണ്ടൊക്കെ അങ്ങനെ എന്താ ഇതാണ് ഗസ്റ്റ് ഹൗസ് അല്ല ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഇതൊക്കെ ബാറ്റിൻ്റെ പിടികൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല കേട്ടോ നോക്കി ഫുള്ള് ബാറ്റിൻ്റെ പിടികൾ നല്ല സാധനത്തില് ബാറ്റിൻ്റെ പിടികൾ മാത്രമായിട്ട് ഇന്ന് ഇത്ര അധികം അപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ പുറത്തേക്ക് ഇറങ്ങി നമുക്ക് മുകളിൽ പോയിട്ട് വേണമെങ്കിൽ അവരുടെ പുതിയ ബാറ്റുകളൊന്ന് പോയി കാണാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് തൊട്ടുമോൾ തന്നെ ഫുള്ള് ഒരു കടകളാട്ടാ അങ്ങനെ നമ്മൾ ഇവിടുന്ന് എവിടെയാണ് ഇവിടെ എല്ലായിടത്തും കിട്ടാ ഇതിൻ്റെത് അങ്ങനെ ഇവരോട് ഉള്ളിൽ ചോദിച്ചപ്പോൾ ഇവർ ഉള്ളിലും എല്ലാം അവിടെ ഇല്ലാന്ന് പറയണം വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞു ഓക്കെ ഇത്രതാ വേണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇവന് ഫോളോവേഴ്സ് എത്രയാണെന്ന് അറിയണം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ വീഡിയോ എടുക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഫോളോവേഴ്സ് ഒന്നും അറിയണ്ടെന്ന് പറഞ്ഞു അല്ല പിന്നെ എന്താ കളിയില്ലേ അപ്പോൾ ഇവിടുന്ന് പോവാൻ നോക്കാം ശരി ഓരോരുത്തർ വിളിച്ചിട്ട് ചായ കുടിക്കുക അത് കുടിക്കുക അത് കുടിക്കാന്നുണ്ട് ഇപ്പോഴും വിളിച്ചോണ്ടിരിക്കുക ഏറ്റവും ഒരാൾ വിളിച്ച് അവിടെ നിർത്തി ഞാൻ ഈ ഹൈവേ കൂടെ അങ്ങനെ പോകാറുന്നു കേട്ടാ അപ്പോൾ ഒരാൾ വിളിക്കുക അങ്ങനെ ഇതാണ് ഹോട്ടല് ചിന്നാർ എന്ന് പറഞ്ഞിട്ട് മറ്റേ ഇല കണ്ടിട്ടില്ലേ ഇവിടുത്തെ കാശ്മീരിലത്തെ ഇല വലിയ ഇല അതിൻ്റെ സംഭവമാണ് ഈ സംഭവം ഹോട്ടലൊക്കെ വലുതായിട്ടുണ്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ ഇയാൾ തന്നെ വിളിക്കുന്നതിനുള്ളിൽ നല്ല ചുള്ളഞ്ഞേക്കനാട്ടാ കാണാൻ അങ്ങനെ നോക്കുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു വായോ എന്ന് പറഞ്ഞു അങ്ങനെ വന്ന് ഇരുത്തി എന്നിട്ട് പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ വെള്ളമല്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറാൻ വിചാരിച്ചു കയറി കണ്ടപ്പോൾ നല്ല അടിപൊളിയായിട്ട് അങ്ങനെ കയറിയിട്ട് നോക്കുമ്പോൾ ആള് ചായയും മറ്റേ സാധനങ്ങളും ഒക്കെ തന്ന് സെറ്റാക്കി അങ്ങനെ ആള് ഭയങ്കര സ്നേഹമുള്ള ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിൽ നല്ല ജാതിര സൈനിൻ്റെ ഉള്ളിലൊക്കെ നോക്കിയത് हाय भाई गुड नाम क्या है ഉസ്നാനം ആ ഓക്കെ ആളാണ് ഫുഡൊക്കെ വന്നിട്ടുണ്ടാകുന്നത് അതാണ് ആളുടെ ഷോപ്പ് കണ്ടില്ലേ നല്ല സൈൻഡ് കാശ്മീരി സ്റ്റൈലിൽ നല്ല വെറൈറ്റി ആയിട്ട് സംഭവം നല്ല കളർഫുൾ ആയിട്ട് കണ്ടില്ലേ ബി പോസിറ്റീവ് ഡ്രീം ബിഗ് ബിഹൈൻഡ് വർക്ക് ഹാർഡ് സ്റ്റേ കീപ് സ്മൈലിംഗ് കണ്ടില്ലേ യാതൊരു സൈൻ കേട്ടാ ये इधर से मेन्यू कार्ड है देखने का So we have multi cuisine available. Like we have veg, non-veg, सब कुछ available. हाँ पूरा मिल जाएगा. हाँ सब कुछ मिलेगा. Okay. Everything is available. इधर से स्पेशल क्या है? इधर का स्पेशल आपको कश्मीर का ट्रेडिशनल फूड मिलेगा. Apart from that, आपको वेज में बहुत सारे एक्सटेंडेड ऑप्शंस है, नॉन वेज में एक्सटेंडेड ऑप्शंस है, चाइनीज के ऑप्शंस है,
और आपके पास फास्ट फूड सारा अवेलेबल है. पूरा मिल जाएगा. सब कुछ मिल हाँ, मिल जाएगा. जाएगा. 166 items on menu. 166. Everything is available. ഓക്കെ. നല്ല ഷോപ്പട്ട നല്ല ആളാണ്. ആള് പറയാൻ ട്രാവൽ ചെയ്യണം എല്ലാവരെയും വന്നു കഴിഞ്ഞാൽ വിളിച്ചിട്ട് ഒരു 5 മിനിറ്റ് ആളുടെ ഇതിൽ ഇരുത്തും. വെറുതെ കഴിച്ചിട്ട് വന്ന് ആള് പറഞ്ഞു കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇങ്ങനെ സൈക്കിളിലും ട്രാവലേഴ്സിൽ കൂടുതലായിട്ട് വരുന്നത് കേരളത്തിൽ നിന്നാണ് പറഞ്ഞത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു ഇഞ്ഞോട് പോവാണ്. അപ്പോൾ ഓക്കെ ബൈ. താങ്ക് യു. ഓക്കെ. എൻ്റെ കുങ്കുമപ്പൂ എന്ന് അറിയില്ലേ, കേസർ ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ കുറേ സ്ഥലത്തുണ്ട് കണ്ടോ. ഇതൊക്കെ അതാണ് ഈ കുങ്കുമപ്പൂ വെക്കണതിൻ്റെതാണ് കണ്ടോ. നല്ല രസമുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. എനിക്ക് ആദ്യം സംഭവം എന്താണെന്ന് മനസ്സിലായില്ല. അത് ഞാൻ നീല കളറിലാണ് കാണിക്കുന്നത്, പിന്നെ ചുവപ്പ് കളറിൽ കണ്ടപ്പോഴേക്ക് മനസ്സിലായത് എന്ത് സംഭവം എന്നുള്ളത്. അങ്ങനെ ഇതിൽ എവിടെയെങ്കിലും കയറിയിട്ട് ഹായ് മലയാളിയാ, ആദ്യം കാണുന്ന മലയാളീനെ. ഞാൻ നാട്ടിൽ തൃശ്ശൂര്. ആ ഞാനിപ്പോ ഇവിടെ ഒറ്റയ്ക്കുള്ളോ. നാട്ടിലെവിടെയാ? കണ്ണൂര്. ആ ഇവിടെ കുറെ നാളായാ? ഇവിടെ കുറെ മലയാളികളുണ്ടോ? ഉണ്ട് അല്ലേ? ആ ഞാൻ ഈ സംഭവം എന്താ നോക്കിയത്, എന്താന്ന് മനസ്സിലായില്ല. പിന്നെ മറ്റേ കുങ്കുമപ്പൂവൊക്കെ ഉണ്ട് നോട്ടില്ലേ. ആ ഞാൻ ഈ നീല കളർ കണ്ടപ്പോ ആദ്യം മനസ്സിലായില്ലേ, കൊറേ കാണുന്നേ. ഡ്രൈ ഫ്രൂട്ട്സ് ആണല്ലോ മെയിൻ ആയിട്ട്. പേരെന്താ? പേരെന്താ? പ്രവീണിന്റെ പേര് രജിത്ത്. ഓക്കെ. യൂട്യൂബ് ഞാൻ ഇറങ്ങിയപ്പോഴാണ് യൂട്യൂബ് തുടങ്ങിയത്. അപ്പോൾ വെറുതെ വീഡിയോ ഇട്ട് തുടങ്ങി. ഇറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു വീഡിയോ ഇട്ട് തുടങ്ങേ, അങ്ങനെ തുടങ്ങിയതാ. പോട്ടെ, ഞാൻ ശ്രീനഗറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. റെസ്റ്റ് രാത്രിയാ? രാത്രി ടെൻറ്റില്ല. ഇന്നലെ ഒന്നും ടെൻറ്റിൽ എടുക്കാൻ പറ്റില്ല. ഇന്നലെ നല്ല മഴ കിടന്നില്ല. ഞാൻ അവിടെ റൂം ഉണ്ടായിരുന്നു, അവിടെ റൂം എടുത്ത് അവിടെ പോയിട്ട് ഇവിടുന്ന് റിട്ടേൺ തിരിച്ച് നാട്ടിൽ വേണോ? ശ്രീനഗറിൽ നിന്ന് ലഡാക്കിക്ക് പോകാണ്ടില്ല. അവിടെ ലഡാക്കിൽ പോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ. അല്ല ഇന്നലെ പറഞ്ഞതാ, ഇന്നലെ അവിടെ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അറിയില്ലേക്ക് ഓരോരുത്തർ നാട്ടിൽ നിന്ന് പാലക്കാട് നിന്ന് കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അവർ പറഞ്ഞതാ അവർക്ക് പോകാനുണ്ട്, അവർ തിരിച്ചു ഇങ്ങോട്ട് വരിക. ആ അവരങ്ങോട്ട് പോകാൻ പറ്റാത്ത ഈ റൂട്ടിന് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ. അങ്ങനെ പോട്ടെ അപ്പോൾ. ആ ശരി. ആ ഭക്ഷണം കഴിച്ചു. ആ അങ്ങനെ ആദ്യമായിട്ട് കാശ്മീരിൽ വന്നിട്ട് ഒരു മലയാളി ചേട്ടനെ കണ്ടു. ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു എന്താ മലയാളികളൊന്നും കാണാത്തത്. അങ്ങനെ നല്ല സ്നേഹമായിട്ട് അവർക്ക്. അങ്ങനെ മലയാളി പട്ടാളക്കാരനെ കാണണം എന്നൊരു ഇതുണ്ടായിരുന്നു കണ്ടു. ഇത് മൊത്തം മറ്റേ കുങ്കുമപ്പൂ മാത്രമല്ല, ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഏരിയ ആണ് മൊത്തം. ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കൂടുതൽ കണ്ടോ. ഇവിടെ മൊത്തം ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സ്. എന്താല്ലേ ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ 5 കിലോ. അങ്ങനെയാണ് കാര്യങ്ങൾ മക്കളെ. ഇനി ഇവിടുന്ന് എത്ര ഉണ്ടാണാവോ. ഫോണൊക്കെ ഓഫാ. ഈ അവിടെ മറ്റേ കുഴിച്ചിട്ടുള്ളതുകൊണ്ട് മറ്റേ ഷാപ്പർമ ഉണ്ട് എൻ്റെ ബാക്കിൽ. കുറേ മറ്റേ തോന്നുന്നുണ്ട്, അറിയില്ല. ഇനി ചിലപ്പോൾ അതെല്ലാം കഴിഞ്ഞാതാവി. ഓഹോയ് അയ്യ മക്കളെ, എളുപ്പമല്ല. തണവുണ്ട് കണ്ടില്ല. ഷർട്ട് ജാക്കറ്റിൻ്റെ ഉള്ളൊക്കെ കയറി തുടങ്ങി. വഴി മലയൊക്കെയാണ് അപ്പുറത്തപ്പുറത്തെ. പക്ഷെ കാണാനൊന്നുമില്ല കാര്യമായിട്ട്. ഫുള്ള് ഫോഗ് പോലെ പിടിച്ചെടുക്കുക. അപ്പുറത്ത് മഞ്ഞല്ല, ഉരുൾപൊട്ടലുള്ളതാ. അങ്ങനെ കണ്ടില്ലേ ഇവിടെയൊക്കെ ഓരോരുത്തരൊക്കെ റെസ്റ്റ് എടുക്കുക അവിടെ ഇവിടെയൊക്കെ പോയിട്ട്. റോഡൊക്കെ കണ്ടില്ല ഇങ്ങനെ വിരിഞ്ഞ് എടുക്കുക. സമയം 2:30 5 മണിക്ക് ആകുമ്പോഴേലും അങ്ങോട്ട് തണഞ്ഞൊരു 22 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. അയ്യോ നോക്കിയേ, ഫുള്ള് ഇങ്ങനെ 2 സൈഡും. ആ സൈഡ് മൊത്തം മലയാളം 5 കളിയാ. കാണാണ്ടാ? ആ കാണണ്ടാവും. ഇതുണ്ടല്ലേ മിലിറ്ററിക്കാരുടെ വണ്ടി പടപ്പനായിട്ടില്ലേ. ഇപ്പം ഞാൻ പോണ വഴിയില്ലേ, എൻ്റെ ബാക്ക് ഭാഗമില്ലേ, അവിടെയാണ് മറ്റേ പിൻവാലി അങ്ങനെ എന്തോ പറയുന്ന സ്ഥലമുണ്ട്. ഇവിടെ മറ്റേ ചാവേറാക്രമണം ഉണ്ടായിരുന്നില്ലേ, ഒരാൾ വന്നിട്ട് വണ്ടിയിൽ ഇടിച്ചിട്ട് 40 ജവാന്മാരെ വന്നത്. ആ സ്ഥലമാണ് അവിടെ. എനിക്കറിയുന്നുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ വരുമ്പോൾ ഒരു മലയാളി ചേട്ടനെ കണ്ടു മിലിറ്ററി ഉള്ളത്, ശ്യാംകുമാർ എന്നാണ് എന്താ പേരുള്ളത്. അങ്ങനെ ആൾ പറയുക ഇങ്ങനെ കാര്യം. അങ്ങനെയാണ് അറിഞ്ഞത്. എന്താല്ലേ ആളൊറ്റയ്ക്ക് വണ്ടി ഇടിച്ച് വന്നിട്ട് അയാൾ മരിച്ചോട്ടെ എന്നുള്ള മൈൻഡിൽ നിന്ന് അങ്ങനെ 40 ആൾക്കാരെ മരിച്ചത് നമ്മുടെ കാലത്തെ. എന്താ ചെയ്യാല്ലേ ഓരോ ആൾക്കാരെ. അമ്മയിലൊക്കെ നോക്കി ഒരു പൊട്ടല്ലേ പൊട്ടി പോകുന്നുള്ള കൊണ്ടിട്ട് ഫുള്ള് തകർന്ന് പൂപ്പാട്ടളിങ്ങിണ്ട് ഉണ്ടല്ലേ. ഓ
റോഡിന് നടുക്കിൽ ഈ മരങ്ങൾ വെച്ചിട്ടുള്ള നല്ല സൈഡിൽ. എന്താ കുറെ ആൾക്കാർ വണ്ടി നിർത്തിയിട്ടുണ്ടല്ലോ. ഇനി 11 കിലോമീറ്റർ ഉണ്ട്. എന്താ വളഞ്ഞിട്ടൊക്കെയാണല്ലോ വഴി കാണിക്കണേ. ഇവിടെ നിന്ന് ലെഫ്റ്റിക്കാണ് ശ്രീനഗർ. ഓ മുകളിൽ ഇത് ഉരുൾപൊട്ടിയിട്ടുള്ളത്. ഇത് എന്താ സംഭവം മനസ്സിലാവണില്ലല്ലോ. ഉരുൾപൊട്ടാണോ അത്? നിങ്ങൾക്ക് കണ്ടിട്ട് എന്നിട്ട് തോന്നണേ പൊട്ടിയിട്ടുള്ള ഞാൻ തോന്നുന്നുണ്ടല്ലേ. അമ്പോ നോക്കി ശ്രീനഗർ കാണാൻ ജാതി കളർഫുൾ അതിൻ്റെ കേട്ടോ. പാൻത ലാൽ ചൗക്ക് ജമ്മു അല്ലാതെ ഇവിടെയാണ്. യോ 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 ഫോണം കൈ പിടിച്ച് പോകണുണ്ടെങ്കിൽ ഇവരൊക്കെ നാട്ടിൽ കാണാവോ. അങ്ങനെ ശ്രീനഗർ എത്തി മക്കളെ. 6 ദിവസത്തെ കഷ്ടപ്പാടിനൊടുവിൽ ചൂടനല്ല ഞാനെത്തി. പയ്യ മക്കളെ ഇഞ്ഞും ഉണ്ട് ആ ചേട്ടൻ്റെ റൂമിലേക്ക് എത്താൻ. നല്ല ബ്ലോക്കാ. പിന്നെ വരാം. അങ്ങനെ ദാലിലേക്ക് എത്തി മക്കളെ. ഇവിടെ തൊട്ടടുത്താണ് മറ്റുള്ള റൂം എന്ന് പറഞ്ഞുള്ളത്. അവിടെ പോയോ കഞ്ഞി. ദാലിലേക്കിൻ്റെ അവിടെ നിന്ന് പോസ്റ്റായിട്ട് കിടന്നിറ മഴ പെയ്തിട്ട്. ഇവിടുത്തെ കേസൊന്നും പറയണ്ട മക്കളെ. ഇവിടെ ഗംഭീര സീനാ. ജസ്റ്റ് മിസ്സിൽ രക്ഷപ്പെട്ടുള്ള ഇവിടേക്ക് എത്തി തന്നെ. ഒന്നും പറയണ്ട. റൂമിക്ക് ഭയങ്കര നോക്കട്ടെ. അതൊക്കെ പറഞ്ഞേരാ. വഴിയും കാണാനില്ല തെങ്ങ. അങ്ങനെ ഇവിടെ എത്തിയ വഴിക്ക് തന്നെ നമുക്ക് പാലക്കാട്ടിലെ പിള്ളേരുടെ കെറോഫിൽ ഒരു നമ്പർ വന്നിട്ടുണ്ടായിരുന്നു. നിയാസ് ബ്രോ എന്ന് പറഞ്ഞിട്ട്. നിയാസ് ബ്രോ എന്ന് പറയുമ്പോൾ ഞാൻ വലിയൊരാളാന്ന് വിചാരിച്ചത്. നോക്കുമ്പോൾ ചെറിയ ചെക്കൻ 27 വയസ്സായിട്ടുള്ളൂ. അങ്ങനെ ഇവിടെ എത്തിയ വഴിക്ക് അവിടെ ചെന്നപ്പോൾ അവൻ തന്ന അഡ്രസ്സിൽ വന്നപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടായിരുന്നു അവൻ തന്നെ കിടന്നുറങ്ങാവുന്നത്. അങ്ങനെ അവിടെ എത്തിയിട്ട് അവൻ പറഞ്ഞു ആരോട് ചോദിച്ചാലും പറഞ്ഞിരുന്നു. ചോദിച്ചപ്പോൾ ഇവിടെ എല്ലാവരെയും നന്നായിട്ട് അറിയട്ടെ ചെക്കനെ. ചെക്കൻ ട്രാവൽസ് പരിപാടി നടത്തണം. നല്ല കോൺടാക്റ്റ് ഉണ്ട്. എല്ലാവർക്കും നല്ല നന്നായിട്ട് അറിയണം. അങ്ങനെ അവിടെ പോയപ്പോൾ അടിയിൽ കുറച്ച് നേരം പോസ്റ്റ് ആയിട്ടിരുന്നു. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു മലയാളി ചെക്ക ഇറങ്ങി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്. അപ്പം അവൻ പോയി വിളിച്ച് പറഞ്ഞു മുകളിൽ കിടന്നോന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പറഞ്ഞു അവൻ്റെ റൂമിൽ കിടന്ന കുഴപ്പമൊന്നുമില്ല സെറ്റ് ആയിക്കോന്ന് പറഞ്ഞേ. അങ്ങനെ റൂമിൽ വെച്ച് വേറെ 3 ആളും കൂടി ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ റൂമിൽ കുറേ നേരം ഇരുന്നു. അവന് പിന്നെ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞിട്ടു. അങ്ങനെ കമ്പനിയൊക്കെ അടിച്ചു കുറേ നേരം. ആയിരിക്കുന്ന നേരത്തൊക്കെ ഫുള്ള് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്തോരം കോള വരണം വെച്ചിട്ട്. പിന്നെ ഞാൻ ട്രാവൽസൊക്കെ അല്ലേ അപ്പോൾ അതൊക്കെയാണെന്ന് വിചാരിച്ചത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് സെറ്റായി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തരെ വിളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അറിയണേ ഇവിടെ ഞാൻ വന്ന വഴിയിൽ ഈ ഉരുൾപൊട്ടലുണ്ടായിട്ട് സീനായിട്ടുള്ളതൊക്കെ അതൊക്കെ അറിയണേ. അങ്ങനെ ആ നേരത്ത് ഈ പാലക്കാടുള്ള പിള്ളേരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബ്രോനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് കുറച്ചിറങ്ങിയിട്ടാണ് ഈ ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ളതെന്ന്. അപ്പോഴേക്കും ഒന്നും കൂടി സീനായി. അയ്യോ അതിനേക്കാളും കുറച്ചടിയിലാണ് ഞാൻ ടെൻ്റ് അടിച്ചിട്ട് കിടന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ തലേ ദിവസം. അങ്ങനെ ഞാൻ അവിടുത്തെ ഒരു ഹോട്ടലിൽ ചേട്ടൻ കമ്പനിയായിട്ട് എന്തെങ്കിലും നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് അങ്ങനെ ആൾ വിളിച്ചിട്ട് എന്നോട് പറയുക ഇങ്ങനെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാക്കിയിട്ട് ഫുള്ള് സീനാണ് നീ നിന്ന ഭാഗം മൊത്തം പോയി പറഞ്ഞിട്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ പിള്ളേർ എൻ്റെ ഒരു വീഡിയോ എടുത്ത് നടന്നു. ഞാൻ സൈക്കിൾ ചവിട്ടി വരുന്നത് ആ ഭാഗത്തൊക്കെ ഉള്ളത്. അങ്ങനെ ആ സൈക്കിൾ ചവിട്ടി വരുന്ന വീഡിയോ അയച്ചു നോക്കിയിട്ട് നോക്കുമ്പോഴേക്കും ഇവിടെ കാശ്മീരിൻ്റെ പേജുകളുണ്ട്. ആ പേജിലൊക്കെ വീഡിയോകൾ വന്നു തുടങ്ങി. അത് കണ്ടിട്ട് എൻ്റെ ബോധം പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ബോധം പോയില്ല. എന്താ അവസ്ഥ എന്ന് പറയുക. അവിടെ നിന്ന് വരുമ്പോൾ ഒരു ടണലുണ്ട്. എന്ന് പറഞ്ഞാൽ ഓപ്പൺ ടൈപ്പാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പില്ലർ പോലത്തേക്ക് ഉള്ളത്. അങ്ങനെ ഞാൻ അവിടെ പോയി നിന്നിട്ട് ചായ കുടിക്കുകയുണ്ടോ അവിടെയൊക്കെ എടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിരുന്ന. ടെൻ്റ് അടിച്ച് കിടന്ന സ്ഥലമൊന്നും കാണാനേ ഇല്ല മനസ്സിലായ. അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 60ഓളം വണ്ടികൾ പോയിട്ടുണ്ട്. അതൊരു ഏകദേശം ഉറപ്പൊന്നുമില്ല എന്ന് പറഞ്ഞേ. ഇന്നിപ്പോൾ ആദ്യം വന്നപ്പോൾ പറഞ്ഞു 3 ദിവസത്തേക്ക് അടയ്ക്കുന്നു പറഞ്ഞേ. പിന്നെ ഇപ്പോൾ വേറെ ആൾ വന്നിട്ട് പറഞ്ഞു 7 to 10 അതിൻ്റെ ഉള്ളിലെ പണി നടക്കുള്ളൂ എന്ന് പറഞ്ഞു. സീനാന്ന് പറഞ്ഞു. അങ്ങനെ എത്ര ആൾക്കാർ എന്തുണ്ടെന്നൊന്നും അറിയില്ല. അതൊരു ഏകദേശം കണക്കാന്ന്. ഇപ്പോൾ ഞാനൊക്കെ എല്ലാവരും പറയും നീ ഇവിടേക്ക് എത്തി തന്നെ ഭാഗ്യം അറിയാം. ആ മഴ പെയ്തപ്പോൾ റൂം എടുത്തൊക്കെ ഒരു കണക്കിന് ഭാഗ്യവും ചിലപ്പോൾ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരെ കണ്ട അന്ന് ഞാൻ ആകെ കുറച്ച് നേരം ചവിട്ടിയിട്ടുള്ളൂ. ഉച്ചവരൊക്കെ ചവിട്ടിയിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ നിർത്തി ചെയ്ത് ഈ മഴ പെയ്യുകയൊക്കെ ചെയ്തപ്പോഴേ എന്താ ചെയ്യുക ഓരോരുത്തരുടെ പ്രാർത്ഥന എന്നൊക്കെ അറിയില്ലേ. ചിലപ്പോൾ അത് കാരണമൊക്കെ ആവും. ഇവിടെ എത്ര നേരം നല്ല മഴ കിടന്നു. അപ്പോൾ ഞാൻ പൊതിച്ചിട്ടൊക്കെ സെറ്റായിട്ട് കിടക്കും. ഇവിടെ രാത്രി നല്ല മഴ കിടന്നു. അങ്ങനെ പറയണ്ട. ഇനിയിപ്പോൾ രാവിലെ കഴിഞ്ഞിട്ട് ബാക്കി കഴിയണമല്ലോ. ആ നമ്മുടെ ഫ്രണ്ട്സ് ഇവിടുന്ന് പോയ ഫ്രണ്ട്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഉരുൾപൊട്ടിയുടെ കുറച്ച് ഭാഗത്ത് മുന്നായിട്ട് അവിടെ സ്റ്റെക്കായി നടക്കില്ല. അവർ പോകുമ്പോൾ 2 ദിവസം പറഞ്ഞാൽ അവർ പോയത് എങ്ങനെയെങ്കിലും ബൈക്കല്ലേ പോകാൻ വിചാരിച്ചിട്ട്. നോക്കുമ്പോൾ ഇപ്പോൾ 7 ദിവസം 10 ദിവസം എന്ന് പറഞ്ഞപ്പോൾ പെട്ടുന്നായി. പിന്നെ നാട്ടിൽ നിന്ന് പറഞ്ഞ വേറെ 2 ഫ്രണ്ട്സ് ഉണ്ട്. അവരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആദ്യം തന്നെ വിളിച്ച് പറഞ്ഞു അവർ ജമ്മുവിൽ നിൽക്കുന്നുണ്ട്. അവർ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞാണ്ട് ഇപ്പോൾ രാത്രി ഇവരുടെ കസ്റ്റമേഴ്സ് ഒക്കെ കുറേ ആൾക്കാർ ഈ പറഞ്ഞ പോലെ പോയവർ ഇടയിൽ നിൽക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 1 വയസ്സുള്ള 2 കുട്ടികളുള്ളതുണ്ട്. പിന്നെ ഒരു 3 വയസ്സുള്ള കുട്ടികളുണ്ട്. 2 ദിവസം നിൽക്കാന്ന് പറയുമ്പോൾ തന്നെ ഭ്രാന്താവും. ഭ്രാന്തല്ല അവസ്ഥ ആലോചിച്ച് നോക്കി. കാറിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. മഴ പെയ്യുക. 2 സൈഡ് മഴ നിർത്താണ്ട് പെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ എന്തിട്ടൊക്കെയാണ് ചെയ്യുക. ഞാനാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പോരുമ്പോൾ ബ്ലോക്കൊക്കെ കണ്ട് എനിക്കിതൊന്നും കഥ ഒന്നും അറിയില്ല എന്താ സംഭവം എന്നുള്ളത്.
ഞാനൊരു ഓളത്തിൽ ബ്ലോക്കാണ് എല്ലാവരും വിട്ടു എന്നുള്ള റോള് എനിക്കത് മാത്രമേ അറിയുള്ളൂ. എല്ലാവരും വിട്ടു നന്നായി ഉണ്ട് എന്നുള്ള കഥ പറഞ്ഞാൽ ഞാൻ പറഞ്ഞേ. പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് ഈ കഥയൊക്കെ ഞാൻ അറിയണം ശരിക്കും. എന്തൊരു ചെയ്യാ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്, എന്തൊക്കെ ഉണ്ടെന്നുള്ള ഒന്നും അറിയില്ല. ഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും തന്നെ ഒരു മതിൽ കൊടുത്തിട്ട് ഏരിയ ഞാനെച്ചാൽ എന്താ വെച്ചാൽ ഇവിടെ വിട്ടു. ഇതിപ്പോൾ ലഡാക്കി പോണ റോഡ് അടച്ചു, ഇങ്ങോട്ട് പോണ റോഡ് അടച്ചു, തിരിച്ചു പോകാൻ പറ്റില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ബിസിനസ് പരമായിട്ടുള്ള മൈൻഡ് ഇവർക്ക് തുടങ്ങി കഴിഞ്ഞാൽ റൂമിനൊക്കെ നല്ല വലിയ പെട്ടു പോകും. ഇപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ റൂം തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിക്കണേ. ഞാനെച്ചാൽ ഫണ്ട് റോളിങ് പറഞ്ഞ പോലെയാണ് നമുക്ക് കാര്യങ്ങളൊന്നും. ഇപ്പോൾ ഇതും കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇനി 10 ദിവസം നിൽക്കാറ് പറഞ്ഞാൽ എങ്ങനെ നിൽക്കുക, 10 ദിവസമൊക്കെ നിൽക്കാന്ന് ചിലവ് കാര്യങ്ങൾ ഭയങ്കര പ്രശ്നമാട്ടാ. സീനാണ് കാര്യങ്ങൾ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കില്ല കാര്യങ്ങൾ. എന്താ ഒന്ന് കണ്ടറിയാം. എന്തായാലും ഒരു 3 ദിവസം എങ്ങനെയും ഇവിടെ നിൽക്കണം. ഇവിടെ ഉള്ള എന്തെങ്കിലും സ്ഥലങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും 2 ദിവസം എന്തായാലും പോസ്റ്റ് അവിടെ വെറുതെ ഇരിക്കല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടി നോക്കണം, അല്ലാണ്ട് നടക്കില്ല. അങ്ങനെ മക്കളെ അടിയിലൊരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞു അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കണം. വിശന്നിട്ട് അയ്യോ ഉറക്കം വരണ്ടിയും മര്യാദയ്ക്കൊന്ന് കിടന്നുറങ്ങണം. അപ്പം ശരി മക്കളെ, ഞാനേ നാളെ എന്താ അവസ്ഥ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇവിടുത്തെ. ഇനിയിപ്പോൾ എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് പോകാനും പറ്റില്ല, അവിടുന്ന് ഇങ്ങോട്ട് വരാനും പറ്റില്ല. വേറെ വഴിയുണ്ടെന്ന് പറഞ്ഞു. അത് പക്ഷേ ഇപ്പോൾ വരുന്ന സാധാരണ നോർമലായിട്ട് വരുന്നതിനേക്കാളും ഭയങ്കരമായിട്ട് ഉരുൾപൊട്ടലുണ്ടാകുന്ന സ്ഥലമാണ്. പക്ഷേ ഇതുവരെ അവിടെ ഉരുൾപൊട്ടലുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത്. നോർമലായിട്ട് വെറുതെ പോകുമ്പോൾ 3 കല്ലൊക്കെ വീണെന്ന് പറഞ്ഞത്. പക്ഷേ കുറേ ആൾക്കാർ അതിനെ പോകുന്നുണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ രാത്രി അടച്ചൊന്നും പറയുന്നുണ്ട്. നാളെ 8 മണിക്ക് ശേഷം അറിയുന്ന പറഞ്ഞ് തുറക്കുന്നുള്ളത്. അങ്ങനെ നോക്കട്ടെ. അപ്പം എന്തായാലും ഏലും കഴിച്ചിട്ട് ഞാൻ കിടക്കാൻ നോക്കട്ടെ, വയ്യ. അപ്പം ശരി, ഓക്കെ. റൂം കാണിച്ചെന്നില്ല. റൂമൊക്കെ നൈസാണ്, കണ്ടില്ലേ? ഇത്രയുള്ള റൂം അധികം വലുപ്പമൊന്നുമില്ല, കണ്ടില്ലേ? റൂമൊക്കെ സെറ്റാണ്, അങ്ങനെ കുഴപ്പമില്ല. മസാല ദോശ കിട്ടിയാണ് അടി കുറേ നാളായി കഴിച്ചിട്ട്.